ഗൈസ് വാട്സാപ്പ് വെൽക്കം ബാക്ക് ടു ചാനൽ സിജി ഗെയിമർ 2.0 ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് ലെറ്റ് സർവൈവ് വിത്ത് ടീമാണ് ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്കൊരു വില്ലേജൊക്കെ കണ്ടുപിടിക്കണം ഇന്നത്തെ എപ്പിസോഡിൽ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഇവാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾ ഈ ഐലൻഡിൽ കുറേ സംഭവങ്ങളൊക്കെ ഇനി കൊണ്ടുവരാനുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ഒക്കെ നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം, ഒരു ബ്രീഡ് ഉണ്ടാക്കണം, പറ്റുവാണെങ്കിൽ നെതറിലും പോകണം. അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പരിപാടികൾ. ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനൊരു പാലമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. അതൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. ഇത് ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇത് അവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊരു പാലം ഉണ്ടാക്കണം. അതാകുമ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ. ഇവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ടോയെന്ന് നോക്കാം അങ്ങോട്ട്. ഇവിടെ നിന്ന് ചാടുവാണെങ്കിൽ കുറേ പോകണം. ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് മതി. എന്നാലും കുറച്ച് വേണം. ഇവിടെ നിന്ന് നേരെ ഐലൻഡിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് കയറാനാണ് ഇപ്പോൾ. പക്ഷെ അത്രയും പോകുന്നതിലും അത് ഇങ്ങനെ തന്നെ പോകണം. നമുക്ക് എന്തായാലും ഒരു പാലം ഉണ്ടാക്കണം. എന്നുവെച്ചാൽ ഓടിയിട്ട് ആ പാലം കയറുകയാണെങ്കിൽ ഇനി ഇരുന്നതിനേക്കാളും എളുപ്പമാണ്. കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് അവനെ ചെന്ന് വിളിച്ചിട്ട് എടാ ഇവാനേ, അതല്ലേ നിൽക്കുന്നേ. എടാ എന്താ? അതെ, ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം നമുക്ക്. വാ, അവിടെ സവാന ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ സവാനയിൽ നിന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകും. അതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് എന്തിനാ നോക്കി നിൽക്കുന്നത്? സമയമില്ല, സ്റ്റാർട്ട് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഇന്ന് നെതറിലും പോകണം കേട്ടോ. എൻ്റെ ഐലൻഡിന് തൊട്ടടുത്ത് സവാന ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വേഗം പോവാം. വേഗം വാ. നീ വരുന്നില്ലേ? നമുക്കുണ്ടല്ലോ. വേഗം വാ. എന്നിട്ട് നമുക്ക് തുടങ്ങണം ഗൈസ്. നമുക്കുണ്ടല്ലോ, ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, അത് ഭയങ്കര ബോറാവും ഗൈസ്. ഓക്കെ, നമുക്ക് നെതറിലൊക്കെ പോകണം. ഇന്ന് കുറേ പരിപാടിയുള്ളതുകൊണ്ട് ഞാൻ ഇനി വില്ലേജ് കണ്ടുപിടിച്ചാൽ പറയാം ഗൈസ്. അതല്ലേ നല്ലത്, അതായിരിക്കും നല്ലത് ഗൈസ്. ഞങ്ങൾ അധികം ദൂരമൊന്നും വന്നില്ല. ഇത് ഇവിടെ നിന്ന് നേരെ പോയ എൻ്റെ വീടാണ് ഗൈസ്. കുറച്ച് വന്നതേ ഉള്ളൂ. നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. ഇത് അവനിവിടെ ഉണ്ട്. അല്ലേ അവനെവിടെ ഉണ്ട്. നമുക്ക് ഈ വില്ലേജിലൊക്കെ കയറി ലൂട്ടടിക്കുന്നതിന് മുമ്പ് ഇവന്മാരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഗൈസ്. എനിക്ക് സവാന വില്ലേജ് കണ്ടോ, എനിക്ക് ഇവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഈ അയംകുളത്തിന് തട്ടിയാലോ? വേണ്ടാണ് അതിൻ്റെ. നമുക്ക് ഈ വില്ലേജറിനെയൊക്കെ കൊണ്ടുപോയിട്ടാണ് അയൺ ഫാം ഉണ്ടാക്കാൻ. വില്ലേജറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഞങ്ങൾ കാണിക്കുന്നില്ല ഗൈസ്. അതും ഭയങ്കര ഇതായിരിക്കും ഗൈസ്. അതുകൊണ്ട് വില്ലേജറിനെ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് ബാക്കി കാണിച്ചു തരാം ഗൈസ്. നമ്മളിത് ഇവിടം വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല ഗൈസ്. വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര അടുത്താണ്. എൻ്റെ പുറകെ വാടാ. ഈ ബോട്ട് ഓടിക്കാൻ നന്നായിട്ട് അറിഞ്ഞൂടാ. അവന് ബോട്ട് ഓടിക്കാൻ അറിയില്ല ഗൈസ്. നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, ഇതെന്തോ ബോട്ട് പറക്കല്ലേ? ഏറിയിട്ട് നല്ല പറക്കല ബോട്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരണം നമുക്കിതിനെ. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് കയറില്ലാണ് ടാസ്ക്. അതിന് വേറെ ബോട്ട് വെച്ചിറക്കേണ്ടി വരും. നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ 3 ബോട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ 2 ആളെ കയറ്റുള്ളൂ ഗൈസ്. ഇത് തല്ലി പൊട്ടിക്കാം. ഇത് പോയാൽ നമ്മൾ കിട്ടും. എന്തിനാ എൻ്റെ ലാക്സ് ഇരിക്കുകയല്ലേ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ പിടിച്ച് കയറ്റണം. ബോട്ടിൽ കയറണ വില്ലേജറെ. പിന്നെ ബോട്ടിൽ കയറണമെങ്കിൽ ഈ ബോട്ട് കുറച്ചങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക്. അവൻ കയറി. എടാ, അത് പൊളിക്കല്ലേ. അത് പൊളിക്കണ്ട. നീ അതിൽ നിന്ന് ഇറങ്ങ്. ഞാൻ പുറത്തൊരു ബോട്ട് വയ്ക്കാം. നീ ആ ബോട്ട് പൊട്ടിക്കുക. എന്നിട്ട് നീ ഈ കരയ്ക്കോട് അടുപ്പിക്ക്. ആ വില്ലേജറിനെ കരയ്ക്കോട് അടുപ്പിക്ക്. റിവേഴ്സെടുക്കൂ. കരയ്ക്കോട് അടുപ്പിക്ക്. വേഗം കരയ്ക്കോട് അടുപ്പിക്ക്. വേഗം കൊണ്ട് അത് അങ്ങോട്ട് കൊണ്ടുപോയി. എടാ മണ്ടഗുണാപ്പാ ഗൈസ്. ഞങ്ങൾ ഇവന്മാരെ ഒന്ന് മുകളിൽ കയറ്റിക്കോട്ടെ. ഇതിങ്ങനെ വെച്ച് കയറ്റേണ്ടി വരും ഇങ്ങനെ പോയാൽ. ഇത് തുറന്ന് കാണാം. ഓക്കെ, ബോട്ട് പൊട്ടിച്ച് നമുക്ക് കയറ്റുമെന്ന് നോക്കാം. ഈ ബോട്ടിനകത്തോട്ട് പിടിച്ച് കയറ്റണം നമുക്ക്. ഞാൻ കയറ്റി. ഞങ്ങൾ ഇവരെ ഒന്ന് മുകളിൽ എത്തിക്കട്ടെ
ഗായ്സ് ഞങ്ങൾ അവിടെ നിന്നുണ്ടല്ലോ ഇങ്ങനെ മോളി കയറ്റിയിട്ട് ഞാനിങ്ങനെ രണ്ടുപേരുടെ അടുത്തും ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ടുപേരും കൺവേർട്ടായി. സാധാ വില്ലേജർമാനെ പോലെ. ഇതെന്തോ ബഗ്ഗാണ് ഗൈസ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല, എനിക്ക് ഉറപ്പുണ്ട്. സാധാ ഇങ്ങനെ ആവാറില്ല, എനിക്കറിയാം. ഇതെന്തോ ബഗ്ഗാണ്. പിന്നെ എനിക്ക് വില്ലേജിൽ നിന്ന് ഒരു സാഡിൽ കിട്ടിയായിരുന്നു, 2 സാഡിൽ കിട്ടിയായിരുന്നു. ഒരെണ്ണം ഇവനൊരു കുതിരേൻ്റെ പുറത്ത് കയറ്റിയിട്ടുണ്ട്. ഞാൻ ഐലൻഡിൽ നോക്കി വെച്ചതായിരുന്നു അതിനെ, അവൻ അതിനെ എടുത്തു. സാറില്ല. ഞാൻ ഒരു സംഭവം ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്നൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി ഈ കുഴി കൊണ്ടുപോയിട്ട് നേരെ അപ്പുറത്തെ ഐലൻഡിലോട്ട് ഇല്ല എന്ന് വെച്ചാൽ ഇവാൻ്റെ അടുത്തേക്ക്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആകും. ഇവാൻ്റെ ഒരു സാങ്കേതിക തകരാറ് മൂലം ഇറങ്ങിപ്പോയി ഗൈസ്, ഇവിടെ സ്റ്റക്കായി അടിച്ചിട്ടാണ്. ഓക്കെ, അവൻ ഇറങ്ങിപ്പോയി. അവൻ ഇനി എപ്പോൾ വരുന്നത് എനിക്കറിയില്ല. എന്തായാലും അവൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ബ്രീഡർ ഉണ്ടാക്കണം, ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബ്രീഡർ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊരു പണിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോലെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പാലുണ്ടാക്കണം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രീഡറും ട്രേഡിങ് ഹാളും ഉണ്ടല്ലോ, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങ് വെച്ചാൽ മതി. അത് എളുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നില്ല ഗൈസ് ഞങ്ങൾ ട്രേഡിങ് ഹാളും ബ്രീഡറും. അതുകൊണ്ട് എൻ്റെ ആക്സ് പൊട്ടാറ് ഒരെണ്ണം ഉണ്ടാക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വഴി അങ്ങോട്ട് കൊണ്ടുപോവുക, അതാണ് എൻ്റെ പ്ലാൻ. അതാകുമ്പോൾ ഇവിടെ വൈൻ ചെയ്ത് കയറ്റുകയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ സാൻഡാണേ ഉള്ളൂ, അത്ര അടിയിലോട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഞാനിവിടെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ അവിടെ നിന്നൊരു പാത്ത് ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടേക്ക് കണക്റ്റ് ആക്കിയിട്ടില്ല. ഞാൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് കുഴിച്ച് അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് കുഴിച്ച് നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ ഞാൻ കറക്റ്റ് എല്ലാം എത്ര ബ്ലോക്ക് അടിയിലോട്ട് വേണം, എത്ര ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണ് സംഭവം, അങ്ങനെയൊക്കെ സെറ്റാക്കി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകണം ഗൈസ്. നമ്മൾ വെള്ളത്തിൽ ചെന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു. വെള്ളമില്ല വായിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്ത് പോകണം ഗൈസ്. ഓക്കെ, ഞാനിത് അവിടെ എത്തിച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ കണക്ട് ചെയ്തു. ഇനിയാണ് ഗൈസ് നമ്മുടെ ഇതിൻ്റെ പണി, നമ്മുടെ ബ്രീഡറിൻ്റെ പണി. നമ്മളിത് രണ്ടും ഒരുമിച്ചായതുകൊണ്ട് നമുക്കിത് നടുക്ക് പണിയാണ്. ട്രേഡിങ്ങും ബ്രീഡറും ഒരുമിച്ചാക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ അന്ന് ആലോചിച്ചു. അപ്പം എൻ്റെ ഒരു ഐഡിയ വെച്ച് രണ്ടും ഒരുമിച്ചാക്കലാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇതുണ്ടോ, ഈ 2 ബ്ലോക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തിട്ട് ഒരു 5 ബ്ലോക്ക് താഴോട്ട്, 1 2 3 4 ഇന്ന് ഗ്രാവലൊക്കെ എന്താ കേവോ? ഗൈസ്, കേവ് അങ്ങോട്ട് പോകണ്ട, ദാറ്റ് ഈസ് ടെറബിൾ. ഓക്കെ, എൻ്റെ ഈ സ്റ്റോണില്ലല്ലോ. ഉണ്ട്, കുറച്ചുണ്ട്. ഓക്കെ, ഈ സ്റ്റോൺ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിലോട്ട് ഇവിടെ അങ്ങ് മൂടിയേക്കാം. ഓക്കെ, ഇനി ഈ സൈഡിൽ പറയാം 5 ബ്ലോക്ക് താഴോട്ട്. നമുക്കിത് 2 ബ്ലോക്ക് അങ്ങോട്ട് ഇടാം, ചിലപ്പോൾ കേവാണെങ്കിലോ. എന്നിട്ട് 5 ബ്ലോക്ക് താഴോട്ട് ഒഴിക്കണം. 1 2 3 4 5. ഓക്കെ, 5 ബ്ലോക്ക് താഴോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, കേവല്ലേ ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ലാഡർ വെക്കണം ഗൈസ്. ലാഡർ. ഓക്കെ, ലാഡർ വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ 2 ബ്ലോക്ക് നമുക്ക് ഇവിടെ ഒരു 3 ബ്ലോക്കായിട്ട് അങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന ലാഡർ വയ്ക്കാനാണ്. ഓക്കെ, നമുക്ക് ലാഡർ വയ്ക്കാം. ഇവിടെ ഒന്ന് പിന്നെ വില്ലേജേഴ്സ് ലാഡർ കയറാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഈ വില്ലേജേഴ്സിനെ ബോട്ട് കയറ്റിക്കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരണം, അതാണ് കുഴപ്പം. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഓക്കെ, ഇതിവിടെ നിന്നങ്ങ് വെച്ചാൽ പോരെ, ഇതിന് ഇത്ര മെനക്കെടുന്ന ഇവിടെ കാരണം വെച്ചത്. ഓക്കെ, നമുക്കിതങ്ങ് പൊട്ടിച്ചളയാം. ഓക്കെ, ഇവിടെ ലാഡർ വെച്ചിട്ട് ഇവിടെ ലൈറ്റ് വെക്കട്ടെ. ഓക്കെ, ഇവിടെ ടോർച്ചും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മോളിൽ പോവാം. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ ടോർച്ച് ഇവിടെ വെക്കണം, ടോർച്ച് അപ്പുറത്തെ സൈഡിൽ വെക്കും. ഓക്കെ, ടോർച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇതാ ഇവിടെ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബെഡും വെക്കണം, അതുപോലെ തന്നെ ആ വില്ലേജർമാർക്ക് കുറച്ച് ജോലിയും കൂടെ കൊടുക്കണം. ഓക്കെ, അതെല്ലാം വീഡിയോ കാണിച്ചാൽ ഭയങ്കര ടൈം എടുക്കും വീഡിയോ, അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഗൈസ്, അതായിരിക്കും നല്ലത്. ഗൈസ്, നമ്മളിവിടെ ബാക്കി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ടൂൾ സ്മിത്തും അങ്ങനെ ജോലികളും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 6 ബെഡും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫാർമറിനെയാണ് സെറ്റാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലാൻഡ് പണിയണം. ഓക്കെ, ഇപ്പം നടുക്ക് വെള്ളം ഒഴിക്കണം. നടുക്ക് എൻ്റെ 30 ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഗൈസ്. നമ്മളത് വില്ലേജിൽ പോയപ്പോൾ അവിടെ കിട്ടിയിരുന്നു ഗൈസ്. ഓക്കെ, ആ ക്യാരറ്റാണ് ഇത്. ഓക്കെ, 30 ക്യാരറ്റ് രണ്ട് വീടുകളിൽ നിന്ന് ഞങ്ങൾക്ക് 30 ക്യാരറ്റ് കിട്ടി. ഇനിയും തപ്പി ഇനിയും കിട്ടുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇതങ്ങ് നട്ട് വളർത്താമെന്നാണ് കരുതിയത് ഗൈസ്. ഓക്കെ, എന്തായാലും ഇത് ഫുള്ളൊന്ന് ആക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ഇതൊക്കെ വെച്ചു. പിന്നെ ഇവിടെ നമ്മൾ ഒരു കമ്പോസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ ഒരു ഇതാണ് വെച്ചത്, ബാരലാണ് വെച്ചത്. കാരണം നമുക്കൊരു ഫിഷർമാനെ വേണം, കാരണം അവൻ ചിലപ്പോൾ സ്റ്റിക്ക് തന്നാലോ. ഞാനൊന്ന് നോക്കട്ടെ. ഓ, സ്റ്റിക്കല്ല, അവനും ഗോളിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, സ്റ്റിക്ക് തരുന്നത് ആരായിരുന്നു? സ്റ്റിക്ക് കൊടുത്താൽ തരുന്നത് ആരായിരുന്നു? സാരമില്ല, ഇനിയിപ്പോൾ ഇവർക്ക് പിള്ളേരുണ്ടാകുമ്പം അവരെ നമുക്ക് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ആവുമല്ലോ, നമുക്ക് ഉപകാരമുള്ളതാണല്ല. എന്തായാലും നമുക്ക് സ്റ്റിക്കിനെ അങ്ങനെ കോള് ഇതല്ലേ ഇരിക്കുന്നത്, കോള് മൈൻ ചെയ്തിട്ട് നമുക്ക് ഇതാക്കിയാലോ. കോള് മൈൻ ചെയ്ത് കൊടുത്താലോ. ഇവനും അവനെന്തായിരുന്നു ട്രേഡ്? ഇവനാണോ? ഇവൻ ഫിഷർമാൻ. ഓ, രാത്രിയാണല്ലേ, എങ്കിൽ നമുക്ക് ഉറങ്ങാം. ഓ, രാവിലെ ആയില്ലേ? പിന്നെ എന്തിനാ ഇവന്മാർ കയറി കിടന്നേ? ഓ, രാവിലെ ആയാലെങ്കിലും കിടക്കുമോ? നീ ഫിഷർമാനല്ലേ? അല്ലാതെയല്ലോ, ഇവൻ ഫിഷർമാനാണല്ലോ. ഇവന്മാർ ഇതിൽ തേരാപ്പാര നടക്കട്ടെ. ഇത് വളർന്നു വരുന്നവരെ അവൻ ഇതിൽ തേരാപ്പാര നടക്കും. എന്തായാലും നമുക്ക് ഇനി ബാക്കി പണികൾ നോക്കാം. ഇവ ഉണ്ടല്ലോ, ചില സാങ്കേതിക തകരാറ് മൂലം വീണ്ടും ഇറങ്ങിപ്പോയി. ഓക്കെ, ഈ വഴി നമുക്ക് എക്സ്പാൻഡൊക്കെ ചെയ്യണം ഗൈസ്. ഒക്കെ വലിയ വഴിയൊക്കെ ആക്കണം. പിന്നെ ഇതിൻ്റെ പുറം വശം വലിയ മഴയാണല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാം. എനിക്ക് മഴ കണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വല്ലതും നിൽക്കും. ഇവിടെ തന്നെ നിൽക്കാം. കുറേ നേരം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു. ഞാൻ അവന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കായിരുന്നു. മഴ കഴിഞ്ഞ് രാത്രി ആവാറായി. ഇറങ്ങാം. രാത്രി ആവാറായില്ലേ? പ്ലീസ്, രാവിലെ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാനവിടെ ഫുള്ള് നിന്നോ? ഞാൻ കുറേ നേരം നിന്നു. അപ്പം ഞാനൊരു ദിവസം മൊത്തം നിന്ന്. ഓക്കെ, ഇനി നമുക്ക് പോകണം. അവൻ പുറത്ത് പോയതുകൊണ്ട് അവനെ കൂട്ടാതെ നെതറി പോകേണ്ടി വരും. പോർട്ടൽ നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാം ഗൈസ്, അടിയിൽ. അപ്പോൾ 2 പേർക്ക് നെതറി പോകാൻ എളുപ്പമായല്ലോ. അതിന് ഒബ്സീഡിയൻ വേണം. ഒബ്സീഡിയന് വേണ്ടിയിട്ട് നമുക്ക് അതിന് മുമ്പ് എനിക്കൊരു ഓട്സിനെറ്റ് വരും. ഇവനൊരു ഓട്സിനെ ടൈം ചെയ്തിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് പോയി. എവിടെ? അതിനെ കൊല്ലാനായി മൂടിയിട്ടതാണ്. കണ്ടോ? അവിടെ ഒരു ഓറഞ്ച് ഓട്സ് എനിക്കിതിനെ വേണം. അവൻ്റേതാണിത്. എന്നാലും ഞാനൊന്ന് കയറി നോക്കാം.
ഓക്കെ, ഇത് അവൻ തന്നെ എടുത്തോട്ടെ, വെള്ള ഹോട്ട്സ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഹോട്ട്സ് ഉണ്ട്, അതിനെ പിടിക്കാം ഗൈസ്. കയ്യിൽ സാധനമൊന്നും ഇല്ലാതെ പോകണം. ഡേർട്ടൊക്കെ വെച്ചുകൊണ്ട് പോകും, അതിന് കുഴപ്പമൊന്നുമില്ല. സാഡിൽ കൈ പിടിച്ചുകൊണ്ട് പോയാൽ ഹോട്ട്സ് ടൈം ആവില്ല. നമുക്ക് മുകളിൽ കയറാം, എനിക്ക് ഹോട്ട്സിൻ്റെ പുറത്ത് കയറാം. ഇത് ഞാൻ നേരത്തെ ടൈമാക്കി വെച്ചതാ. അത് ശരി, അങ്ങനെയാണെങ്കിൽ സാഡിലും ഇട്ട് കൊടുക്കാം. യെസ്, അയണില്ല, അയൺ ക്ഷാമമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതിനെ ഇവിടെ എങ്ങനെ ഇടാം. ഇതിനൊരു കൂടുണ്ടാക്കണം ഗൈസ്. ഓക്കെ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇപ്പം ഇതിൻ്റെ മണ്ടേ കയറാം. ജമ്പ്. ഓ, ഇതാണ് കുതിരേൻ്റെ ഒരിത്. 3 ബ്ലോക്ക് അടുപ്പിച്ച് ജമ്പ് ചെയ്യും, 2 ബ്ലോക്ക്. ഇത് വളർന്നല്ലോ. സാറല്ല, കുറച്ചും കൂടെ വളരട്ടെ, നല്ല ഹൈറ്റ് വയ്ക്കുമ്പോൾ. ഇപ്പം നമുക്കിവനെ ഇവിടെ കൊണ്ടുവിടാം. എൻ്റെ കയറുണ്ടായിരുന്നു, കയറെന്ത് ചെയ്യേ? കയറ് ചെസ്റ്റിലാണെന്ന് തോന്നുന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാൻ അവിടെ തന്നെ നിൽക്കട്ടെ. അവന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ഒരു വീടൊക്കെ ഉണ്ടാക്കണം. ഇവിടെ നോക്കട്ടെ, എൻ്റെ കയ്യിലില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, എൻ്റെ കയ്യിലില്ല. അവൻ്റെ ചെസ്റ്റിൽ കാണും, ഒന്ന് നോക്കണം. ഇതിനെവിടെയെങ്കിലും കുഴിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ടാണ് അവൻ അവൻ്റെനെയും കുഴിച്ചിട്ടത്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊരു കുഴി ഉണ്ടാക്കാം. 2 ബ്ലോക്ക് രീതിയിലൊക്കെ ഒരു കുഴി ഉണ്ടാക്കി വയ്ക്കാം. ഇതിനെ പിടിച്ച് ഇതിനകത്ത് ഇടണം. നമുക്ക് ഇതിനെ പിടിക്കാം. എവിടെ അവൻ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ തിന്നാൻ കൊടുക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങാം. നമുക്കൊരു ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. വില്ലേജർമാരൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഫാം. ചേട്ടാ, ഇതിപ്പോൾ കുഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പം അത് കീറും. അയ്യോ, ലാഗ്. ഓക്കെ, മൂടിയിട്ടുണ്ട്. അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, നമ്മളും മെരിക്കിയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെതറിൽ പോകണം. അതിനുവേണ്ടി ഒബ്സിഡിയൻ എടുക്കണം. ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് ഈ താഴെ പോയി എടുത്തിട്ട് വരുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. ഭയങ്കര ബോറിംഗ് ആണ് ഗൈസ്. ഇപ്പം തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയി എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ പോയിട്ട് വന്നു ഗൈസ്. ഞാൻ പോയിട്ട് വരുന്ന വഴി അവൻ്റെ വീട്ടിലത്തെ ചെസ്റ്റിലൊന്ന് പതുക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് അവൻ്റെ ചെസ്റ്റിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. വാ അവൻ്റെ ചെസ്റ്റിൽ നിന്ന് നമുക്ക് കയർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ കുതിരേനെ മുകളിൽ കൊണ്ടുപോയി കയറ്റി നിർത്താം. അവൻ്റെ ചെസ്റ്റ് വേറൊന്നും കൂടി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കെട്ടിയിട്ടേക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങി പോവാം. അവനവിടെ നിന്നോളായിരിക്കും. ഓക്കെ, നമുക്കിവിടെ മൂടണം. എൻ്റെ കയ്യിലില്ല. അതല്ലേ, ഡേർട്ടൊക്കെ ഉണ്ട്, നമുക്ക് മൂടാം. ഓ ഷിറ്റ്, മഴ. മൂട് പോയി. ഓക്കെ, ഇനി നമുക്ക് മഴ തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പോവാം. എനിക്ക് മഴ കണ്ട ഇഷ്ടമല്ല, ആവശ്യത്തിനാണ് മഴ. ഞാനിവിടെ തന്നെ നിൽക്കാൻ പോവാം ഗൈസ്. മഴ കഴിഞ്ഞു ഗൈസ്, പക്ഷേ പുറത്തൊരു സ്കെൽട്ടൺ ഉണ്ട്. അവൻ എന്നെ ഒന്നും പിടിച്ച് കുറേ നേരം ജനാലേ നോക്കി നിൽക്കും. എവിടെ എൻ്റെ കുതിര സേഫ് അല്ലേ? അതെ, അതല്ലേ അവൻ. അവൻ തന്നെ എത്തും. അവൻ്റെ ബോയ് സംഭവങ്ങളൊക്കെ കിട്ടുമോ നോക്കാം. ഏരോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത് എല്ല്. ഓക്കെ, നമുക്ക് ഫുഡ് അടിക്കാം. അത്യാവശ്യം വളർന്നിട്ടുണ്ട്. എൻ്റെ ഈ ബോൺ മീൽ ഉണ്ടല്ലോ, ബോൺ മീൽ ചെയ്തിട്ടാലോ. അപ്പോൾ അതൊക്കെ ബോൺ മീൽ ചെയ്തിടാം. ഓക്കെ, അതും വളർന്നിട്ടുണ്ട്. നമുക്ക് അടിച്ചു വിട്ടേക്കല്ലേ. ഓക്കെ, ഒന്നടിച്ചാലും ഇനി അത് സ്പീഡിൽ വളരുള്ളൂ, അങ്ങനെയുണ്ട്. നമുക്ക് അടിച്ചുവിടാം. ഓക്കെ, അടിച്ചു വിട്ടിട്ടുണ്ട്. എല്ലാം ഹോപ്പറിൽ തന്നെ കയറിയോ? പക്ഷെ ഇതെല്ലാം മുകളിലൊക്കെ കിടക്കണം. ഞാനിപ്പം എങ്ങനെ അവിടെ ചെന്നെടുക്കും? അതാണ് കുഴപ്പം. അവയൊന്ന് എടുത്തിട്ട് വരാം. നമുക്കിത് കറക്റ്റ് അവിടെ വീഴണമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഹൈറ്റിൽ ഇത് വെക്കണമായിരിക്കും. അപ്പോൾ അയ്യോ, അതവിടെ ഇരുന്നോട്ടെ, അതാണ് ഇനി പൊളിക്കാനുള്ളതല്ലേ. ഓക്കെ, മുകളിൽ കയറിയിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടണം. നമുക്ക് ഇതിൻ്റെ കൊബിൾ സ്റ്റോൺ വെച്ച് ഹൈറ്റ് കൂട്ടാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഹൈറ്റ് ഒരു 10 ബ്ലോക്ക് അങ്ങ് കൂട്ടി വെച്ചേക്കാം. ഒരു 10 ബ്ലോക്ക് അങ്ങ് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവിടെ കോബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ. കോബിൾ സ്റ്റോണിന് ഇനി നമുക്ക് കോബിൾ സ്റ്റോണിനൊന്നും ഒരാവശ്യം. ബ്ലോക്കായി ഇത്രയിലാവട്ടെ.
ഇത്രയെങ്കിലും വേണം. ഓഹ്, അവിടെ നിന്ന് ഇത് കിട്ടത്തില്ല. അവിടെ കണ്ടോ, കിട്ടുന്നില്ല. ഇത്രയും വളർത്തി വെച്ചിട്ട് ഇപ്പം താഴെ പോയാനെ. ഫുഡ് അടിക്കാം നമുക്ക്. ഓക്കെ, പൊക്കി. ഇപ്പോഴും കിട്ടില്ല. നോ ഡിസ്റ്റൻസ്. ഷിറ്റ്, ഇങ്ങനെ പോയാൽ ഞാൻ ചാകും ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഫുഡ് അടിക്കാനുണ്ട്. പറ്റുന്നുണ്ട്. ആളെ ഇറങ്ങിയിട്ട് അവിടെ വെള്ളമുണ്ട്. എനിക്ക് MLG ചെയ്താലും ഞാനൊരു വാട്ടർ ബക്കറ്റില്ല, എടുക്കാൻ മറന്നു. സാരമില്ല, എന്തായാലും ഇതൊന്ന് പൂർത്തിയാക്കിയിട്ടങ്ങ് പോവാം. പക്ഷേ ഇതിനകത്തൊക്കെ ഇട്ടത്തു. ഇനി ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ അമ്മ ജസ്റ്റിസിന് രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെയൊക്കെയോ പെട്ടെന്ന് കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന ബ്ലോക്ക് ഇവിടെ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിതെടുത്ത് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് രാത്രിയാകുന്നുണ്ട്, അത് അത്രയേ ആക്കിയുള്ളൂ. എൻ്റെ മുകളിൽ ഇനി ഒന്നും കൂടെ വലിഞ്ഞ് കയറാം. അത് കിടന്നിട്ട് വരാം ഗൈസ്. അത് കയറ് പൊട്ടിച്ചോ? നോക്കട്ടെ, കയറ് പൊട്ടിച്ച്. ഇല്ല, ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പോവാ. ഇത് ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലേ? വാട്ടർമെലൺ തിന്നില്ലല്ലേ? ഈ വാട്ടർമെലനൊന്നും വളരുന്നില്ലല്ലോ. വെള്ളത്തിൻ്റെ കുറവ് കാരണമാണോ? വാട്ടർമെലൺ ഫാം ഉണ്ടാക്കണം. അപ്സറിനൊക്കെ നെതറിൽ പോകേണ്ടി വരും. ഓക്കെ, എന്തായാലും ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതിന് അടിച്ചെഴുത്തുമ്പോൾ അങ്ങോട്ട് വരില്ലായിരിക്കും, ഇങ്ങോട്ട് വരുള്ളായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേറെ ഉണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ടൊന്നും വീണിട്ടില്ലല്ലോ. വീഴുവാണെങ്കിൽ ഇങ്ങോട്ടല്ലേ വീഴുള്ളൂ, വീണിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ കിട്ടിയത് ഭയങ്കര വിഷമം. അത്രയും ചാടി ചത്തതല്ലേ. ഓക്കെ, നോക്കട്ടെ. ഇതിനകത്തൊരു 13 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, 32 എണ്ണം ഇപ്പം കിട്ടി നമുക്ക്. അത്രയും ഹൈറ്റ് ഇനി വളരുമ്പോൾ അടിക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. ഓക്കെ, അവിടെ ചെസ്റ്റ് അവിടെ ചെസ്റ്റിനകത്തോട്ട് വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 2 ചെസ്റ്റും കൂടെ മിക്കവാറും ഉണ്ടാക്കേണ്ടി വരും. എൻ്റെ അമ്മ എൻ്റെ ചെസ്റ്റ് മൊത്തം ഫുള്ളായി. ഓക്കെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും നെതർ അധികം ഇതാക്കാൻ പോകുന്നില്ല. പോർട്ടൽ ഉണ്ടാക്കുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നെതറിൻ്റെ അകത്തേക്കൊന്നും പോകുന്നില്ല ഗൈസ്. ഓക്കെ, ഇവൻ്റെ കുതിരേനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വരെ ഇവിടെ തന്നെ ഇട്ടേക്കാം നമുക്ക്. ഇവിടെ തന്നെ അത് കിടക്കട്ടെ. അവനിപ്പോൾ എന്തായാലും വന്നിട്ടില്ല. നമുക്ക് ആ നെതർ പോർട്ടൽ പണിയുന്നേ ഉള്ളൂ, അകത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല ടൈമായി. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോറേജ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ ചെന്നിടാം. നമുക്കിത് വലുതാക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാം. ഓക്കെ, അങ്ങനെയല്ലേ? അയ്യോ, ഷിറ്റ് പോയേ. ഓക്കെ, നമുക്ക് ഇവിടെ ഒബ്സിഡിയൻ ഫുള്ള് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെതറിൽ കയറാം. ഓക്കെ, കത്തിച്ചിട്ടുണ്ട്. നമ്മൾ നെതറിൽ കയറുന്നില്ല, അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു ഡോറ് വെക്കണം. നമുക്ക് എൻ്റെ ഡോറില്ല. ഇപ്പോൾ അവിടെ ചെന്ന് ഉണ്ടാക്കണം. ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. അവിടെ ചെന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, യെസ്, ഇതൊക്കെ നമുക്ക് സെറ്റ് വഴി അകത്തേക്കൊക്കെ പോകാൻ നമുക്ക് സ്ലാബൊക്കെ വെച്ച് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യണം കേസ്. എന്തായാലും ഇനിയിപ്പം ഇന്നത്തെ വീഡിയോയിൽ അവനില്ല, അടുത്ത വീഡിയോയിൽ അവൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നെതറിൻ്റെ ഉള്ളിൽ കയറാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഡോർ ഉണ്ടാക്കിയിട്ട് വരാം 2 എണ്ണം. എൻ്റെ ചെസ്റ്റിൽ 2 എണ്ണം ഇരിക്കുന്നുണ്ടെന്നോ. ബാംബൂ ഡോർസ്. എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇവാൻ്റെ നല്ല വലിയ വീടാണെങ്കിലും അത് രസമില്ല, കാണാൻ രസമില്ല. വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചേക്കാം. എൻ്റെ ചെറിയ വീടാണ്
ചെറിയ വീടാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാനതിൽ അഭിമാനിക്കുന്നു. എവിടെ ഡോർക്കിൻ്റെ ഡോറുണ്ടാക്കാൻ എൻ്റെ ഇതില്ലേ? ഓക്കെ, നമുക്ക് നോക്കട്ടെ എങ്ങനെയായിരുന്നു ഡോറുണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയല്ലേ? ഷിറ്റ്, ഇതെന്തിങ്ങനെ? ഓക്കെ, ഇതിവിടെ വെച്ചിട്ട് നോക്കട്ടെ. ശേ, ഇതാകെ ലാഗാണല്ലോ ഫുള്ള്. ഒരെണ്ണം ഉണ്ടാക്കി. ഫുഡ് ഇതെന്താ എനിക്ക് ഇത്ര വിശപ്പ്? ഇതിന് മാത്രം വിശപ്പ് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചിലപ്പോൾ ഈ ഓടുന്നോണ്ടായിരിക്കും. നമുക്ക് വേഗം പോയി അതവിടെ വെച്ചിട്ട് വരണം ഗീസ്. എൻ്റെ തൊണ്ടയൊക്കെ നാശമായി. ഞാൻ കുറേ നേരം ഗീസ് കളിക്കുന്നു. 2 മണിക്കൂറിലധികമായി. ജമ്മേ, എനിക്കൊന്ന് 3 മണിക്കൂറായിരുന്നു. ഞാൻ ഒറ്റ ഇരിപ്പം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഗീസ്. ഇവൻ അല്ലല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. നമ്മുടെ ആളാണ്. ഓക്കെ, ഞാൻ ആ കുതിരയ്ക്കൊരു പേരൊക്കെ ഇടുന്നുണ്ട്. അടുത്ത് ഞാൻ ആലോചിച്ചിട്ട് ഒരു പേരൊക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഡോറ് വയ്ക്കാൻ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഞാൻ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഔട്ട്രോ പറയാം, പുറത്ത് നിന്നിട്ട് പറയാം ഗൈസ്. വീടിൻ്റെ അവിടെ ചെന്നിട്ട് ഔട്ട്രോ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണിലിട്ടാൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.